Good morning, students. We are going to discuss about the topic primary screening. In the last class, we had discussed about the classification of screening techniques. That is, the screening technique is divided into primary screening and secondary screening. In this class, we will start discussing primary screening. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി സ്ക്രീനിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ക്രീനിങ് എന്താണെന്ന് നോക്കിയിരുന്നു. പിന്നെ സ്ക്രീനിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു. പ്രൈമറി സ്ക്രീനിങ് ആയിട്ടും സെക്കൻഡറി സ്ക്രീനിങ് ആയിട്ടും സ്ക്രീനിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി സ്ക്രീനിങ്ങിൻ്റെ ചില ഭാഗങ്ങളാണ്. So what is primary screening? Primary screening is the process of detection and isolation of microorganisms of our interest. So, what is the purpose of primary screening? Primary screening is used for the detection of microorganisms which are able to produce compounds. But it does not provide much idea of the amount of product produced or the yield potential. So, what is the purpose of primary screening? Primary screening is used to determine whether a microorganism can produce a product, but the problem is that it does not give any information about the amount of product produced or the yield potential. It helps in separating few microorganisms having commercial value from the valueless microorganism. So primary screening is used for the detection and isolation of microorganisms of our interest. So it is used for the detection and isolation of microorganisms which are having industrial value or which can be used for industrial production. So the purpose of the primary screening is to determine whether a microorganism produces a product, but the problem is that it does not tell anything or it does not give any information about how much product a organism will produce or the yield potential. And it helps in separating a few microorganisms which are having real commercial value from the valueless microorganisms. ഇപ്പോൾ പ്രൈമറി സ്ക്രീനിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രൈമറി സ്ക്രീനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യാനും സ്ക്രീൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രൈമറി സ്ക്രീനിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൈമറി സ്ക്രീനിങ്ങിൻ്റെ പേർപ്പസ് എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇപ്പം നിങ്ങൾക്കറിയാം, സോയിലിൽ പല ടൈപ്പ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി സ്ക്രീനിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ എത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊന്നും അല്ലെങ്കിൽ എത്രത്തോളം ഈൽഡ് പൊട്ടൻഷ്യൽ ആ മൈക്രോ ഓർഗാനിസത്തിന് ഉണ്ട് എന്നൊന്നും പ്രൈമറി സ്ക്രീനിങ് പറയൂല. അപ്പോൾ പ്രൈമറി സ്ക്രീനിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്റ്റ് ചെയ്യുക. അതായത് കുറേ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിലാരൊക്കെയാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഡിറ്റക്റ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഈൽഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് അത് പറയുന്നില്ല. പ്രൈമറി സ്ക്രീനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ പ്രൈമറി സ്ക്രീനിങ്ങിൻ്റെ വേറൊരു പർപ്പസാണ്, അതായത് ഇൻഡസ്ട്രിയൽ വാല്യൂ ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തിട്ട് വാല്യൂലെസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി സ്ക്രീനിങ് ആണ് പ്രൈമറി സ്ക്രീനിങ് ഓഫ് ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസംസ്. സോ യു നോ the pH indicating dyes are used for detection of microorganism producing organic acids. The pH indicator dyes undergoes change when there occurs a change in pH. ഈ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പ്രൈമറി സ്ക്രീനിങ് ഓഫ് ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെ നമ്മൾ സ്ക്രീൻ ചെയ്യുമെന്നാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്കറിയാം ആസിഡ് പ്രൊഡക്ഷൻ നോർമലി നമ്മൾ ലാബിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ഡൈസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളറ് pH മാറുന്നതനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഡൈൻ്റെ കളറ് ആസിഡിക് കണ്ടീഷനിൽ ഒരു കളറായിരിക്കും, ഇൻഡിക്കേറ്റർ ഡൈക്ക് ബേസിക് കണ്ടീഷനിൽ വേറൊരു കളറായിരിക്കും. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളറ് മാറുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഡൈസ് ആണ് ന്യൂട്രൽ റെഡ്, ഫിനോൾ റെഡ്, ബ്രോമോതൈമൽ ബ്ലൂ എക്സെട്ര. അപ്പോൾ ഇത് കൂടാതെ തന്നെ വേറൊരു മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ന്യൂട്രിയൻ്റ് അഗാർ മീഡിയയിലേക്ക് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ എന്ത് ചെയ്യുക, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യുക. അപ്പോൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന ആദ്യത്തെ പ്ലേറ്റ് ഇല്ലേ, അതേപോലെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പ്ലേറ്റ് പോലെ സോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ സോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് മൈക്രോ ഓർഗാനിസംസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആസിഡ് കാൽഷ്യം കാർബണേറ്റിനെ ഡീഗ്രേഡ് ചെയ്യും. അപ്പോൾ ആ മീഡിയയിലുള്ള കാൽഷ്യം കാർബണേറ്റിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഒരു സോണ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ആസിഡ് പ്രൊഡക്ഷൻ നോക്കാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഡിക്കേറ്റർ ഡൈസ് ഉപയോഗിച്ചിട്ട്, രണ്ട് കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡൈ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? pH മാറും തോറും അല്ലെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ നടക്കും തോറും മീഡിയൻ്റെ കളറ് മാറും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ MBN ഒക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ MBN ചെയ്തപ്പോൾ MBN ട്യൂബ്സിൻ്റെ ആദ്യ കളർ എന്തായിരുന്നു? ഫിനോൾ റെഡ് ആഡ് ചെയ്തപ്പോൾ MBN ട്യൂബ്സിൻ്റെ കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു. അപ്പോൾ ആ റെഡ് കളറ് ഓർഗാനിസം ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് വാട്ടറിലുള്ള ഓർഗാനിസംസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പം പിറ്റേ ദിവസം എന്തായി? റെഡ് കളർ എന്തായിട്ടാണ് മാറിയത്? യെല്ലോ കളറായിട്ടാണ് മാറിയത്. അപ്പോൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫിനോൾ റെഡിൻ്റെ കളറ് റെഡിൽ നിന്ന് യെല്ലോയിലേക്ക് മാറി. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡൈസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളറ് മീഡിയൻ്റെ pH ചേഞ്ച് ചെയ്യും തോറും ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളറ് മാറും. അപ്പോൾ ഇത് നമുക്ക് ആസിഡ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റെഡ് കളർ ഡൈ ആണ്, റെഡ് കളർ ഇൻഡിക്കേറ്ററാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ റെഡ് കളർ ഇൻഡിക്കേറ്ററിൻ്റെ കളറ് യെല്ലോ ആയിട്ട് മാറി. ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡെറാംസ് ട്യൂബിൽ എന്തുണ്ടാവും? ബബിൾസ് ഉണ്ടാവും. അത് എന്തിനെ പോലെ തന്നെയാണ്? MBN ട്യൂബിലെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ പിക്ചർ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഫെർമെൻറ്റേഷൻ നടക്കുന്നതിൻ്റെ മുന്നേ ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു. അപ്പോൾ ഫെർമെൻറ്റേഷൻ നടന്ന് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളറ് റെഡിൽ നിന്ന് യെല്ലോയിലേക്ക് മാറി. അപ്പോൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെറാംസ് ട്യൂബിൽ എന്തുണ്ടാവും? ബബിൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, അതായത് ആസിഡ് പ്രൊഡക്ഷൻ നോക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം കാൽഷ്യം കാർബണേറ്റ് എന്തിൽ ഡീഗ്രേഡ് ചെയ്യും? ആസിഡ് ആഡ് ചെയ്ത് കൊടുത്താൽ കാൽഷ്യം കാർബണേറ്റ് ഡീഗ്രേഡ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ന്യൂട്രിയൻ്റ് അഗാർ മീഡിയ ഉണ്ടാക്കുക, അതിലേക്ക് കുറച്ച് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങൾ ഐസൊലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യുക. ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇൻക്യുബേറ്റ് ചെയ്യുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആസിഡ് പ്രൊഡക്ഷൻ എങ്ങനെ മനസ്സിലാവും? അതായത് അതിന് ആ മൈക്രോ ഓർഗാനിസത്തിന് ചുറ്റും ഒരു സോൺ ഉണ്ടാവും. അപ്പോൾ ഈ സോൺ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് ചുറ്റുമുള്ള കാൽഷ്യം കാർബണേറ്റിനെ ഡീഗ്രേഡ് ചെയ്യും. അതാണ് അവിടെ സോണ് വരാനുള്ള കാരണം. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആസിഡ് ഉണ്ടെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. അപ്പം നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസംസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആസിഡ് ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ചുറ്റുമുള്ള കാൽഷ്യം കാർബണേറ്റിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് അവിടെ ഒരു സോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആ പ്ലേറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഡീഗ്രേഡ് ചെയ്തിട്ട് സോൺ പ്രൊഡ്യൂസ് ചെയ്തതാണ് ആ പ്ലേറ്റ് കാണിക്കുന്നത്. Next is the primary screening of antibiotic producing microorganism. This is very important. The primary screening of antibiotic producing microorganism is done by crowded plate technique. So the screening of antibiotic producing microorganism is done by crowded plate technique. In this technique, first we serial dilute the soil sample
like we had done in spread plate technique. Then these soil samples are inoculated into the respective Newton-Agar plate such that we will get 300 to 400 colonies per plate. We will get 300 to 400 colonies per plate. And the colonies showing antibiotic activity are indicated by the zone of inhibition around the colony. Such colonies are subcultured and maintained as stock cultures. So, the screening of antibiotic producing microorganism is done by a very important technique known as crowded plate technique. For doing the crowded plate technique, we have to first take the soil sample, then we perform serial dilution. Then from these serially diluted tubes, we spread plate them into the respective Newton-Agar plates. We select a plate which consists of 300 to 400 colony. So the plate will be having a very crowded appearance because it consists of 300 to 400 colonies in a plate. So that is why it is known as crowded plate technique. So why this technique is known as crowded plate technique? Because the plate is having a crowded appearance due to the presence of 300 to 400 colonies in a single plate. So the plate will appear very crowded, so it is known as crowded plate technique. So how can you find the antibiotic producing microorganism in this crowded plate technique? You know, in a crowded plate technique, the colonies are situated very close to each other. But if a colony or microorganism produces antibiotic, there will be a zone around the colony which indicates antibiotic production. But നമ്മൾ ആൻറ്റിബയോട്ടിക് രണ്ടാമത്തെ ടെക്നിക്കാണ് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസത്തിനെ സ്ക്രീൻ ചെയ്യുക. അപ്പോൾ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസത്തിനെ സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക്. അപ്പോൾ ഈ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ലേ ലാബിൽ? അപ്പോൾ സ്പ്രെഡ് പ്ലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? സോയിൽ എടുത്തു, നമ്മൾ സീരിയൽ ഡൈലൂഷൻ ചെയ്തു. എന്നിട്ട് ആ ഓരോ ഡൈലൂഷനും നമ്മൾ എന്ത് ചെയ്തു? ന്യൂട്രൻ്റ്-അഗാറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്തത് ഓർമ്മയില്ല ലാബിൽ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുക. ആദ്യം തന്നെ സോയിൽ എടുക്കുക, അത് സീരിയൽ ഡൈലൂഷൻ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സ്പ്രെഡ് ചെയ്യുക, ന്യൂട്രൻ്റ്-അഗാർ പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒരു പ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് 300 to 400 കോളനീസ് കിട്ടുന്ന ഒരു പ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെ 300 to 400 കോളനീസ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിന് ഒരു ക്രൗഡഡ് അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെക്നിക്കിന് നമ്മൾ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടെക്നിക്കിന് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്? അതായത് ഒരു പ്ലേറ്റിൽ 300 to 400 കോളനീസ് ഉള്ള പ്ലേറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലേറ്റിൽ മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടാണ് ഉണ്ടാകുക. ക്രൗഡഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ തിക്കി തിരക്കിയിട്ടാണ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് എന്ന് പേര് കൊടുത്തത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ, ഈ ക്രൗഡഡ് പ്ലേറ്റിൽ ഉണ്ടെങ്കിൽ, ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ചുറ്റും എന്തുണ്ടാവും? സോൺ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, ആൻറ്റിബയോട്ടിക് ഒരു മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും വേറെ ബാക്ടീരിയാസ് ഒന്നും ഗ്രോ ചെയ്യില്ല. അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന് ചുറ്റും മാത്രം എന്തുണ്ടാവും? സോൺ ഉണ്ടാവും. അത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഈ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ കോളനീനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പ്യുവർ കൾച്ചർ ചെയ്ത് വെക്കുക, ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസത്തിനെ സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്കാണ്. അപ്പോൾ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ സാമ്പിൾ എടുത്ത് സീരിയൽ ഡൈലൂഷൻ ചെയ്യും. എന്നിട്ട് സീരിയൽ ഡൈലൂഷൻ ചെയ്തിട്ട് നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് 300 to 400 കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലേറ്റ് എടുക്കും. എന്നിട്ട് ആ പ്ലേറ്റ് നോക്കുമ്പോൾ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഏതെങ്കിലും കോളനിക്ക് ചുറ്റും സോൺ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു കോളനി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇതാണ് ഇന്ന് പഠിച്ച 2 സ്ക്രീനിങ് ടെക്നിക്സ്. അപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് 10⁻⁻1 കാണുന്ന പ്ലേറ്റാണ് ക്രൗഡഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 300 to 400 കോളനീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രൈമറി സ്ക്രീനിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ അതിൽ
രണ്ട് സ്ക്രീനിങ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആസിഡ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ എന്ന് നോക്കുന്നതും, രണ്ടാമത്തത് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്ക്രീനിങ്ങും. അപ്പോൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്ക്രീനിങ് നമ്മൾ നടത്തിയത് ഒന്ന് ഇൻഡിക്കേറ്റർ ഡൈ ഉപയോഗിച്ചിട്ട്. അതായത് ഇൻഡിക്കേറ്റർ ഡൈ ഉപയോഗിക്കുമ്പോൾ ആ ഇൻഡിക്കേറ്റർ ഡൈൻ്റെ കളറ് pH മാറും തോറും ചേഞ്ച് ചെയ്യും. രണ്ടാമത്തത് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിച്ചിട്ടാണ് ആസിഡ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്തത്. അതായത് ആസിഡ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീഗ്രേഡ് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഉള്ള പ്ലേറ്റിൽ സോണ് ഫോം ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത് നോക്കിയത് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. അപ്പോൾ അതിന് ഉപയോഗിച്ച ടെക്നിക്ക് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് ആയിരുന്നു. അപ്പോൾ ഒരു 300 to 400 ഉള്ള കോളനീസ് ഉള്ള ഒരു പ്ലേറ്റ് നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് ടെക്നിക്ക് വഴി ഒബ്റ്റെയിൻ ചെയ്തു. അതിൽ നമ്മൾ ആ മൈക്രോബിയൽ കോളനിക്ക് ചുറ്റും സോൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്തു. ഇതാണ് ഇന്ന് പഠിച്ച രണ്ട് പ്രൈമറി സ്ക്രീനിങ് ടെക്നിക്ക്. ബാക്കി ടെക്നിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ താങ്ക് യു.